സുഹൃത്തുക്കൾ ഇന്ന് ചെയ്യേണ്ട ഒരു വീഡിയോ ഒരു ഗ്രൂപ്പ് ടൂറിനെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് സ്ഥലത്തു നിന്ന് നമുക്ക് ഫേസ്ബുക്കിലും നമുക്ക് വാട്സാപ്പിലൊക്കെ നമുക്ക് ഇൻവിറ്റേഷൻ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ടൂറിനെ പറ്റിയാണ് ഇത്. ഗുഡ് ലക്ക് ഹോളിഡേയ്സിൻ്റെ എറണാകുളത്തുള്ള ഒരു നോർത്ത് പറവൂരുകാരാണ്. ഹസ്ബൻഡ് ആ വൈഫും കൂടിയാണ് നടത്തുന്നത്. ഹസ്ബൻഡ് എയർഫോഴ്സ് റിട്ടയർഡാണ്. വൈഫും ജോലി ഉണ്ടായിരുന്നു. ഇപ്പോൾ രാജിവെച്ച് രണ്ടുപേരും കൂടി നടത്തുന്നതാണ്. അപ്പോൾ ഇതൊരു വയനാട് പാക്കേജ് ആയിരുന്നു. വയനാട് പാക്കേജ് എന്ന് പറയുമ്പോൾ ഒരു അഡൾട്ടിന് 9,890, കിഡ്സിന് 7,000 രൂപ. കിഡ്സ് എന്ന് പറയുമ്പോൾ എബവ് 10 years കേട്ടോ. AC ബസ്സാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. 3 ദിവസത്തെ പ്രോഗ്രാമായിരുന്നു. അപ്പോൾ അതിൽ ആദ്യത്തെ ദിവസം ഈ പറഞ്ഞ എമൗണ്ടിൽ ഫുഡ്, താമസം, യാത്ര, ഓരോ സ്ഥലത്ത് ടിക്കറ്റ്, ഇതെല്ലാം ഉൾപ്പെടെ പ്ലസ് അവരുടെ ഒരു വൈറ്റ് ഹാറ്റ് കൊണ്ട് നമുക്ക് കിട്ടും യൂണിഫോമിറ്റിക്ക് വേണ്ടി. നമ്മൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്യാൻ മാത്രം നമ്മുടെ കയ്യിൽ നിന്ന് എക്സ്ട്രാ വരുള്ളൂ. അപ്പോൾ ആദ്യമേ തന്നെ പറയേണ്ട കാര്യം, കറക്റ്റ് ടൈം ഒരു 5 മണി എന്ന് പറഞ്ഞാൽ 5 മണിയെ തന്നെ അവർ ഡെസ്റ്റിനേഷനിലെത്തുന്നത്. ഓരോ സ്ഥലത്തുനിന്നും ആൾക്കാർ കയറുമ്പോൾ ഗ്രൂപ്പിൽ അറിയിക്കുന്നുണ്ട്. കറക്റ്റായിട്ട് നമുക്ക് പ്ലാൻ ചെയ്ത് പോകാൻ പറ്റി. അപ്പോൾ ആദ്യത്തെ സ്റ്റേ എന്ന് പറയുന്നത് നമ്മൾ വൈത്തിരി ഗ്രീൻസിലായിരുന്നു. അവിടെ നിന്ന് തന്നെ ലഞ്ച് കഴിച്ച് ലഗേജ് എല്ലാം വെച്ച് കഴിഞ്ഞ് നമ്മൾ ഊരെന്ന് പറഞ്ഞ ആദിവാസി ട്രൈബലിൻ്റെ കേരളത്തെ ആദ്യത്തെ ഒരു സെറ്റിൽമെൻറ്റ്. ആദിവാസികളോട് താമസിക്കുന്നില്ല, അവരുടെ ഒരു ജീവിത രീതികൾ നമ്മളെ പരിചയപ്പെടുത്താൻ വേണ്ടി ഉള്ള ഒരു 4-5 ഏക്കറിൽ സ്ഥാപിച്ചെടുത്തേക്കുന്ന ഒരു വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയർ കൂടി. അത് നമ്മൾ ജീപ്പിൽ പോകണം. ജീപ്പിൽ പോകുന്നത് പൂക്കോട് നമ്മുടെ സർവകലാശാല ഉണ്ടല്ലോ, അവിടെ നിന്നാണ് ജീപ്പിന് പോകുന്നത്. അവിടെ നിന്ന് പോയി ആ ടിക്കറ്റ് എല്ലാം ഉൾപ്പെടും, ഒന്നും അറിയേണ്ട കാര്യമില്ല. പോയി കണ്ട് മടങ്ങി രാത്രിയാകുമ്പോൾ നമ്മളുടെ രാത്രിത്തെ ഭക്ഷണവും താമസവും ഈ വൈത്തിരി ഗ്രീൻസിലാണ്. നല്ലൊരു ആംബിയൻസാണ്. ഇത്തിരി ഇറക്കത്തെ ആയതുകൊണ്ട് നമ്മൾ വലിയ വണ്ടി അങ്ങോട്ട് പോകില്ല. അത് നല്ലതായിരുന്നു. നമുക്ക് നടന്ന് പോകേണ്ട സൗകര്യം ഉണ്ടായിരുന്നു. സ്വിമ്മിങ് പൂളുണ്ട്. നീന്തൽ അറിയാവുന്നവർക്കും അല്ലാത്തവർക്കും ഒരു എൻജോയ്മെൻ്റായിട്ട് ഒരു ദിവസം ക്ഷീണം മാറ്റാൻ വേണ്ടി. പിന്നെ ഇതിൻ്റെ ഒരു സൈഡ് ഏരിയ എന്ന് പറയുന്നത് ഒരു കാടിനോട് ചേർന്നാണ്. ചില സമയങ്ങളിൽ അവിടെ മൃഗങ്ങൾ വരാറുണ്ട്. എന്നാലും നമ്മൾ ഒരുപാട് അതിനോട് കറങ്ങി പോകാണ്ടിരുന്നാൽ മതി. ബാക്കിയുള്ള ഏരിയയൊക്കെ സേഫാണ്. ക്യാമ്പ് ഫയർ ഉണ്ട്. താമസവും നമുക്ക് ഇൻഡിവിജ്വൽ റൂമായിരുന്നു. അത് നല്ലൊരു 3 സ്റ്റാർ ഫെസിലിറ്റി റൂം തന്നെയായിരുന്നു. രാവിലെ നമ്മൾ അടുത്ത യാത്ര പോകുന്ന ഇടയ്ക്കൽ കേവ്സിലോട്ടാണ്. പോകുന്ന വഴി സൂര്യകാന്തികൾ വിരിഞ്ഞിപ്പുണ്ട്. ഇപ്പോൾ വയനാട്ടിൽ ഒരു ഫാഷനാണ് സൂര്യകാന്തികൾ പൂക്കൾ പറിച്ച് കഴിഞ്ഞാൽ ഒരു ഏരിയ അവർ പറിക്കാണ്ട് വയ്ക്കും. ഒരാൾക്ക് 10 രൂപ വെച്ച് എൻട്രി ഫീ കൊടുക്കും. അപ്പോൾ ഒരിക്കലും നല്ല ഒരു വരുമാനം ജനങ്ങൾക്ക് കണ്ട് റീൽസോ ഫോട്ടോസോ എടുക്കാനുള്ള ഓപ്ഷനായി. ഈ പ്രശ്നക്കൂട്ടത്തിൽ താമരയും കൂടി വളർത്തിയിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് നമ്മൾ ഇടയ്ക്കൽ കേവ്സിലോട്ട് പോവുകയാണ്. അപ്പോൾ പോയ ആൾക്കാർക്ക് അറിയാം, കുറച്ച് ദൂരം നമ്മൾ നടക്കണം. ഇത് എടക്കൽ കേവ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പൂക്കോട് ലേക്കിൽ പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ദിവസം കൊണ്ടുപോകുന്നത് ബാനാസുര സാഗർ ഡാമിലോട്ടാണ്. അപ്പോൾ അവിടെ ആ ഡാം കഴിയുന്നത് നമ്മളൊരു 3 മണിക്ക് ശേഷം എത്തുകയാണെങ്കിൽ നമ്മൾക്ക് അധികം ഇപ്പോഴത്തെ ചൂട് അനുഭവിക്കാണ്ട് തന്നെ അവിടുത്തെ കാറ്റും എല്ലാം കൊണ്ടിരുന്ന് കുറച്ച് ഫോട്ടോസും വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിരിക്കാൻ പറ്റും. അങ്ങോട്ട് നമുക്ക് നടന്നു പോകാം. കൂടാതെ KSEB 15 രൂപക്ക് അവർ ടെമ്പോ ട്രാവലർ ഇടുന്നുണ്ട്. അപ്പോൾ അത് 5 മണിക്കാകുമ്പോൾ തിരിച്ചിറങ്ങിയാൽ മാത്രമേ നമുക്ക് ടിക്കറ്റ് ഇങ്ങോട്ട് കിട്ടുള്ളൂ, അല്ലെങ്കിൽ നടന്നു വരണം. പക്ഷെ നടന്നു വരുന്നത് ബുദ്ധിമുട്ടില്ല. കൂടാണ്ട് കേബിളിൽ നമ്മൾക്ക് ഗ്ലൈഡ് ചെയ്ത് പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിന് എക്സ്ട്രാ പൈസ കൊടുക്കണം. അപ്പോൾ ബാനാസുര സാഗർ ഡാം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ എർത്ത് ഡാമും ഏഷ്യയിലെ 2ാമത്തെ ഡാമുമാണ്. അപ്പോൾ അവിടെ ഒരുപാട് ചെറിയ ദ്വീപുകൾ ഈ ഡാം ഫോം ചെയ്ത സമയത്ത് പ്രത്യേകിച്ച് നമുക്ക് വേനൽക്കാലത്ത് കാണാൻ പറ്റും. അപ്പോൾ അതൊരു പ്രത്യേക അനുഭവമാണ്. അതിനുശേഷം നമ്മൾ അടുത്ത ദിവസം സ്റ്റേ, അന്നത്തെ വൈകുന്നേരത്തെ സ്റ്റേ അവർ പറഞ്ഞിരിക്കുന്നത് വയനാട്ടിൽ തന്നെ മറ്റൊരു റിസോർട്ടാണ്. അപ്പോൾ ആ റിസോർട്ടാണെങ്കിൽ തന്നെയും വളരെ നല്ലൊരു ആംബിയൻസുള്ള റിസോർട്ടാണ്. ഇവിടെയും സ്വിമ്മിംഗ് പൂളുണ്ട്. സ്വിമ്മിംഗ് പൂൾ പക്ഷേ അവർ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു 3 സ്റ്റോറി ബിൽഡിങ്ങിൻ്റെ ടോപ്പ് ഫ്ലോറിലായിട്ടാണ്. അവിടെ നല്ലൊരു ആംബിയൻസ് തന്നെയാണ് അവിടെ ഉള്ളത്. അവിടെ ഇതൊരു കോഴിക്കോടുകാരുടെ
ഹസ്ബൻഡ് ആൻഡ് വൈഫ് നടത്തുന്നൊരു റിസോർട്ടാണ്. പകലാണ് അതിൻ്റെ ഭംഗി നമുക്ക് കൂടുതൽ ആസ്വദിക്കാൻ പറ്റുള്ളൂ. വൈത്തിരി ഗ്രീൻസ് എന്ന് പറഞ്ഞാൽ മലപ്പുറത്തുകാർ ഒരു റിസോർട്ടാണ്. അതിപ്പോൾ കുറച്ച് ചെറുപ്പക്കാർ ലീസിനെടുത്താണ് നടത്തുന്നത്. ഇവിടെ 12 ഓളം കോട്ടേജ് ഉണ്ട്. കോഴിക്കോട് നിന്നുള്ള ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് നടത്തുന്നത്. എല്ലാ കോട്ടേജും ഡിഫറെൻറ്റ് ലൊക്കേഷനിലാണ്. 2 കോട്ടേജ് വെച്ചാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓരോ തട്ടിലായിട്ട് ഇപ്പോൾ കുറച്ച് ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. ഇതും വളരെ സൗകര്യമുള്ള സ്ഥലം തന്നെയായിരുന്നു. രാവിലത്തെ മൂടൽമഞ്ഞും ചെറിയൊരു തടാകമുണ്ട്, ആമ്പൽ പൂവൊക്കെ ഉള്ളത്. അത് എല്ലാ സീസണിലും ഉണ്ടാവണമെന്നില്ല. ഇവിടെ നമ്മൾക്ക് ബ്രേക്ക്ഫാസ്റ്റാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഡിന്നർ നമ്മൾ തലേദിവസം പുറത്തുനിന്നാണ് നമ്മൾ കഴിച്ചത്. ഇതെല്ലാം തന്നെ ഇവരാണ് എക്സ്പെൻസ് എടുക്കുന്നത്. കരാൾഡ് എന്ന് പറഞ്ഞ ലേക്ക് റിസോർട്ടായിരുന്നു നമ്മൾ താമസിച്ചത്. രണ്ടാമത്തെ ദിവസം തന്നിരിക്കുന്ന 2 ദിവസത്തെ താമസവും ഒരു 3 സ്റ്റാർ ഫെസിലിറ്റിയിൽ റൂമുകളായിരുന്നു. ഹോട്ട് വാട്ടറും നല്ല അറ്റാച്ച്ഡ് ബാത്റൂമും വിത്ത് AC. രണ്ടിടത്തും നമുക്ക് താമസ സ്ഥലത്ത് ബാൽക്കണി ഉണ്ടായിരുന്നു. അതും ഒരു പറയത്തക്ക ഒരു അഡ്വാൻറ്റേജ് തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് പോകുമ്പോൾ നമുക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, കാരണം ഇതെങ്ങനെയായിരിക്കും തീരുന്നത് എന്നുള്ളത്. പക്ഷേ നല്ലൊരു ആംബിയൻസ് ആയിരുന്നു നമുക്കുണ്ടായിരുന്നത്. താമസ സ്ഥലത്തെല്ലാം തന്നെ ഉണ്ടായിരുന്നത്. മാത്രമല്ല AC ബസ്സായിരുന്നു, 35 സീറ്റിൻ്റെ ബസ്സായിരുന്നു. ഒരു ഫാമിലി ആയിട്ട് നമ്മൾ തിരിച്ച് ടൂർ കഴിഞ്ഞപ്പോൾ പോകുന്നത്. എല്ലാവരും ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു. പിന്നെ സാധാരണ പോലെ അന്താക്ഷരി കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. 3-ാമത്തെ ദിവസം നമ്മൾ പോയത് കുറുവാ ദ്വീപിലോട്ടാണ്. അപ്പോൾ കുറുവാ ദ്വീപ് നമുക്കറിയാം, നമുക്ക് 2 സൈഡിൽ മാനന്തവാടി പിന്നെ പുൽപ്പള്ളി സൈഡിൽ നിന്നാണ് കയറുന്നത്. 2 സൈഡിൽ കൂടി 489 പേര് ഒരു ദിവസം കയറ്റുള്ളൂ. അപ്പോൾ രാവിലെ ഒന്ന് ടിക്കറ്റ് എടുക്കാം. ഈ ബാമ്പു കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന കെട്ടുവള്ളം പുരയിലാണ് നമ്മൾ അക്കരയ്ക്ക് പോകുന്നത്. അപ്പോൾ അതും കുറേ നടന്ന് കാണലും അവിടുത്തെ വന്യജീവിയെ പറ്റിയുള്ള അനുഭവങ്ങൾ അറിയുന്നതും നല്ലൊരു പ്രത്യേകതയായിരുന്നു. ഇവിടെ ബോട്ടിങ് ഉണ്ട്. പക്ഷെ നമ്മൾ നേരത്തെ ഈ 1 മണിക്ക് മുമ്പായിട്ട് വന്നാൽ മാത്രമേ കുറുവാ ദ്വീപിലോട്ട് നമുക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ അതെല്ലാം തന്നെ അവർ വളരെ പ്ലാൻഡായിട്ട് അറേഞ്ച് ചെയ്തിരുന്നു. അവിടെ നിന്ന് തന്നെ നല്ല നാടൻ ഉച്ച ഊണും അറേഞ്ച് ചെയ്തിരുന്നു. തിരിച്ചുള്ള യാത്രയിലാണെങ്കിലും രാത്രി ഒരു 7 മണിയാകുമ്പോൾ കോഴിക്കോട് നിന്ന് വൈകുന്നേരത്തെ ഭക്ഷണം, അത് ലഞ്ചെന്ന് പറയാൻ പറ്റില്ല, നെയ് റോസ്റ്റ് മസാല ദോശ, ഏതെങ്കിലും എല്ലാവരും വീട്ടിൽ പോകുന്നതിന് മുമ്പ് വയറ് നിറച്ചാണ് അവർ യാത്രയ്ക്ക് വിട്ടത്. വയനാട് നമ്മൾ ചുരം ഇറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു, ഒരുപാട് മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഇനി ഈ ഒരു ഗ്യാങ്ങായിട്ട് വീണ്ടും ഇതേപോലത്തെ ഒരു ടൂറ് പോകണമെന്നില്ല. പക്ഷെ നമുക്ക് ഓർക്കാൻ ഒരുപാട് ഓർമ്മകളായിട്ടാണ് ഈ ടൂറ് അവസാനിച്ചത്. അടുത്ത ടൂർ ഓഗസ്റ്റിൽ ലക്ഷദ്വീപ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യക്ക് പുറത്തും തായ്ലാൻഡിലും മലേഷ്യയിലും ശ്രീലങ്കയിലും യൂറോപ്യൻ രാജ്യത്തൊക്കെ ടൂർ പോകുന്നുണ്ട്. നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ ഇവരുടെ നമ്പർ ഇട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു. ബൈ.